എല്ലാ മാതാപിതാക്കളും, പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ മാതാവോ പിതാവോ ആണെങ്കിൽ അവരുടെ ഭാവിയിലേക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നിങ്ങളുടെ മകൾക്ക് 20-22 വയസ്സിന് ശേഷം കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് പകരം അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നതാണ്. സുകന്യ സമൃദ്ധി യോജന. എന്താണ് ഈ പദ്ധതി എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. നിങ്ങളുടെ മകളുടെ പ്രായം 10 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ബാങ്കിലോ പോയി സുകന്യ സമൃദ്ധി യോജന എന്ന സ്കീമിൽ കുട്ടിയുടെ പേരിലൊരു അക്കൗണ്ട് എടുക്കുക. ആ അക്കൗണ്ടിൽ ഏറ്റവും കുറഞ്ഞത് വർഷം 250 രൂപ മുതൽ മാക്സിമം 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതൊരു ഗവൺമെൻറ് പ്ലാൻ ആയതുകൊണ്ട് 8.2% ഗ്യാരണ്ടീഡ് റിട്ടേൺസ് നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. ഒരു കുടുംബത്തിൽ മാക്സിമം 2 പെൺകുട്ടികളുടെ പേരിൽ ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 21 വർഷമാണ്. അതിൽ തന്നെ 15 കൊല്ലത്തെ പേയിങ് ടൈമാണ് വരുന്നത്. 21 വർഷത്തെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ 21 വയസ്സിൽ മെച്യൂരിറ്റി ആവുന്നല്ല. നിങ്ങൾ കുട്ടിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് തൊട്ടുള്ള 21 വർഷമാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 15 വർഷത്തെ പേയിങ് ടൈം, ഫോർ എക്സാമ്പിൾ നമ്മൾ അതിനകത്ത് മാക്സിമം എമൗണ്ട് ആയിട്ടുള്ള 1.5 ലക്ഷം രൂപ വെച്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചു. 15 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. മെച്യൂരിറ്റി പീരീഡായി 6 കൊല്ലം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് 21 വർഷം വരെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു 70 ലക്ഷം രൂപയാവും. ഈ 70 ലക്ഷം രൂപ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ചേർത്ത് വലിയൊരു എമൗണ്ട് കാണത്തില്ല. പക്ഷേ ആ സമയത്ത് ആ കുട്ടിയുടെ എന്തെങ്കിലും സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ചിറകണിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് ഈ തുക കരുതാവുന്നതാണ്. നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി തരാം.